പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് മസാലയാണ് കേട്ടോ ഇതിൻ്റെ പേര്. അതിന് വേണ്ട ചേരുവകൾ: 8 സ്ലൈസ് ബ്രെഡ്, 4 മുട്ട, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 2 വലിയ സവോള, 2 തക്കാളി, അതുപോലെ 2 ചെറിയ പച്ചമുളക് എന്നിവയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മുട്ടനെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച ശേഷം നമ്മൾ ആ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കത് നന്നായിട്ട് ചിക്കി എടുക്കാം കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ 4 മുട്ടയും ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് അങ്ങനെ ചിക്കി എടുക്കുന്നത്. എല്ലാം നമ്മൾ 2 തവണ കുറേശ്ശെ ഒഴിച്ചിട്ട് ചിക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നന്നായി ചിക്കി എടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഏതാ വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്ന് വരണം കേട്ടോ. സവോള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സവോള അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കിയെടുക്കാം. പച്ചമുളക് നമ്മൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ. കാരണം ചിലപ്പോൾ മുളക് പൊടിയും പച്ചമുളകും കൂടി ആവുമ്പോൾ നന്നായി എരിവുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് ആ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ചിക്കൻ മസാല, അതുപോലെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് 3ഉമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്രെഡിൽ ചെറിയൊരു ഉപ്പും ഒരു ഇതും ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ അവിടെ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് ഇതിനോട് നന്നായി യോജിച്ച് വരുമ്പോൾ നമ്മൾ പീസാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ, ആ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ തയ്യാറായി കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും ബായ്.